ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ട് നൈറ്റ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ടൈം 7:36 ആയി. അപ്പോൾ ഞാൻ ശരിക്കും 7:30ക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ലേറ്റായി. 7:30ക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ശരിക്കും പഠിക്കാതിരിക്കുന്നതിന് മുന്നേ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യില്ല, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര നേരം കൊണ്ട് ഇത് പഠിച്ചു തീർക്കണം, അങ്ങനെയൊക്കെ ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇന്നത്തെ മാത്രമല്ല, നാളത്തേക്ക് മറ്റന്നാളത്തേക്കൊക്കെ ഞാൻ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചു എന്ന് വരും. എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എക്സാം കഴിഞ്ഞ ശേഷം, മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഒന്നും വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ല. എനിക്ക് സ്പീഡും കിട്ടുന്നില്ല, ഒരു മോട്ടിവേഷനും ഇല്ല പഠിക്കാൻ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വീഡിയോസൊക്കെ കാണും, എന്നാലും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. ഭയങ്കര സ്പീഡ് സ്ലോ ആണ്. ഞാനത് എക്സാം കഴിഞ്ഞതിന് ശേഷം ആകെ 2 സബ്ജക്ട്സേ പഠിച്ചുള്ളൂ. 2 സബ്ജക്റ്റ് ഓരോ ചാപ്റ്റർ, 2 ചാപ്റ്റേഴ്സ് ഞാൻ ഇപ്പോൾ ഈ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ പെൻഡിങ് ആയിട്ടിട്ട് എനിക്ക് പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാൽ നീ സമയം തികയില്ല. എനിക്കാണെങ്കിൽ ഓൾറെഡി ഹിന്ദി എക്സാം, ഞാൻ +1 കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാം ഹിന്ദിയാണ്. അപ്പോൾ മാർച്ച് 6-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ഹിന്ദിക്ക് എന്തായാലും 2 ദിവസം ടൈം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതൊക്കെ പറഞ്ഞ് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്. കെമിസ്ട്രി നോക്കിയിട്ടില്ലെങ്കിലും ഫിസിക്സും മാത്സും എന്തായാലും നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ സ്റ്റഡി വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പിന്നെ ഒന്ന് പ്രൊഡക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മാത്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ ബുക്ക് തുറന്നപ്പോഴേക്കും അമ്മ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് താഴേക്ക് വിളിച്ചു. അപ്പോൾ കഴിക്കാനാണ് കേട്ടപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് ഓടി. ഫുഡ് മുഖ്യമാണല്ലോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാതിരിക്കുമ്പോഴേക്കും ഞാൻ ഇനി ലേറ്റായി. 8 മണിയോട്ടായി. ഇപ്പോൾ പഠിത്തം സ്റ്റാർട്ടാക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും എന്തോ ആവശ്യം വന്നിട്ട് എണീറ്റ് പോയി ഞാൻ. എപ്പോഴും അങ്ങനെയാണല്ലോ, പഠിക്കാനിരിക്കുമ്പോഴാണ് എല്ലാ പണികളും വരിക. എന്നിട്ട് ബാക്കി എല്ലാ പണികളും നടക്കും, പഠിത്തം എന്ന പണി മാത്രം നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാതിരിക്കുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിരിക്കണം, 8:30 ആയി. അപ്പോൾ മാത്സിൽ സ്റ്റാറ്റിസ്റ്റിക്സാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും ഈസിയാണ്, പക്ഷേ എനിക്ക് എടുക്കാൻ മടിയാണ്. എന്താ വെച്ചാൽ എനിക്ക് 10th നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലത്തെ ആ ക്വസ്റ്റ്യൻ നേരെ ഫുൾ അങ്ങോട്ട് തെറ്റിച്ചു. അത് നല്ല വെയിറ്റേജും ഉണ്ടായിരുന്നു. അപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനോട് ഒരു വെറുപ്പ് വന്നതാണ്. അപ്പോൾ SSLC മാത്സ് എക്സാം ഹോളിൽ നിന്ന് ആദ്യം ഞാൻ ഇറങ്ങിയപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യില്ല ഫ്രണ്ട്സായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് പോയിന്ന്. എന്നിട്ട് അപ്പം മുതലേ എനിക്ക് കരച്ചിലായിരുന്നു. ഞാൻ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയോണ്ട് കരച്ചിലായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സിൽ മാർക്ക് പോയല്ലോ എന്ന്. അത് ഞാൻ കുറേ പേരൊക്കെ കറക്റ്റാക്കി എഴുതി. അതെന്തോ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കുന്നതായിരുന്നു, അതന്നെ തെറ്റി. അത് തെറ്റി തന്നെ പിന്നെ ഫുൾ അങ്ങോട്ട് തെറ്റുമല്ലോ. ഇതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇടയിലിടയിൽ ഡിസ്ട്രാക്റ്റായി പോകുമായിരുന്നു. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സ്വപ്നം കണ്ടിരിക്കുമല്ലോ, അങ്ങനെ സ്വപ്നം കണ്ടിരിക്കില്ല, അല്ലെങ്കിൽ എണീച്ച് നടക്കലോ അങ്ങനെയൊക്കെ ആവും. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് ഇത്രയും നേരം നിന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസിനും താഴെയുള്ള കമൻസൊക്കെ വായിക്കാറുണ്ട്. ഒറ്റ സ്ട്രെച്ചിനിരുന്ന് വായിക്കില്ല, ഇങ്ങനെ എല്ലാ ദിവസവും ഇത്ര കണക്ക് വെച്ചിട്ട് വായിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും കമൻസ് ഞാൻ കണ്ടത് ഇങ്ങനെ എന്നെ കണ്ട +1 പഠിക്കുന്ന കുട്ടീനെ പോലെ ഒന്നും ഇല്ലല്ലോ, 8 പഠിക്കുന്ന കുട്ടിയല്ലേ, 9 പഠിക്കുന്ന കുട്ടിയല്ലേ എന്നൊക്കെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ SSLC എക്സ്പീരിയൻസ് ഇടുമായിരുന്നു. എന്തായാലും എൻ്റെ അടുത്ത് കുറേ പേര് ശരിക്കും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ട ഇത്രയിലുള്ള കുട്ടീനെ പോലെ ഒന്നും ഇല്ലയെന്ന്. ഞാൻ പക്ഷേ അത് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ +1ത്തെ സ്റ്റുഡൻസ് ആയാലും 10th സ്റ്റുഡൻസ് ആയാലും ആരായാലും നിങ്ങളുടെ പോർഷൻസൊക്കെ എവിടെ വരെ എത്തി, പഠിച്ചെത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ +1ത്തെ പല പോർഷൻസ് എനിക്ക് അറിയാത്തതായിട്ട് കിടക്കുന്നുണ്ട്. പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബറിലൊക്കെ എടുക്കുന്ന പോർഷൻസ് ഉണ്ടാവില്ല, നമുക്കിപ്പോൾ സെപ്റ്റംബറിൽ എടുത്ത് തീർത്ത പോർഷൻസൊക്കെ ഞാൻ അപ്പോൾ തന്നെ പഠിച്ചു. എന്നിട്ട് ഡിസംബർ ആകുമ്പോൾ ആ ചാപ്റ്റർ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ബയോമോളിക്യൂൾസ് അങ്ങനത്തെ ചാപ്റ്റേഴ്സ് അത് നിന്നിട്ട് ഞാൻ ഡിസംബറിന് വിട്ടു. എന്നിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു, പറഞ്ഞാൽ വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ട്. എന്നിട്ട് അപ്പോൾ വിട്ടതാണ്, പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല, ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കണം എന്നുണ്ട്. പക്ഷേ ബയോളജിക്ക് 5 ദിവസം ലീവ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ നോക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നോട്ടിലത്തെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. നോട്ടിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ. എല്ലാ ടോപ്പിക്കിൽ നിന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ്, പിന്നെ എക്സ്ട്രാ 1-2 ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു ഗൈഡിലത്തെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിലത്തെ എന്തായാലും ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായി, ഇത്ര കണ്ട് മനസ്സിലായി എന്നൊക്കെ.
അപ്പോൾ ഞാൻ ഇടയിലൊരു ബ്രേക്ക് എടുക്കുകയാണ്. എനിക്ക് ഇടയിൽ ഇങ്ങനെ ഓരോന്ന് കഴിക്കാനൊക്കെ തോന്നും, വിശക്കൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടാവും. വെള്ളക്കുപ്പി ഉണ്ട്, പിന്നെ ഇതിന് ഞാൻ മസാലക്കടല എന്നാണ് വിളിക്കാറ്, അങ്ങനത്തെ കഴിയാറായത്. പിന്നെ ഉണക്കമുന്തിരി ഉണ്ട്, ഇതും കഴിയാറായി. പക്ഷേ അത് നിറച്ച് വെക്കേണ്ട ഒരു പാക്കറ്റ് വരെ ഉണ്ട് എൻ്റെ റൂമിൽ. അപ്പോൾ ഫൈനലി എൻ്റെ മാത്സ് പഠിച്ച് കഴിഞ്ഞു. ഒരു ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ ഉള്ളത് വൃത്തിയായിട്ടാണ് നോക്കിയത്. പക്ഷേ ഇടയിൽ കുറേ ടൈം എടുത്തു. അത് ഇടയിൽ ഞാൻ കുറേ ഡിസ്ട്രാക്ട് ആയി പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് 10:49 ആയി. ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, ഈ ഇത്രയും ദിവസങ്ങൾ ഞാൻ 2 ചാപ്റ്റേഴ്സാണ് പഠിച്ചതെന്ന്. അതിലത്തെ ഒരു ചാപ്റ്റർ ഞാൻ ഇന്നലെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ പഠിക്കാതിരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ഓൾ നൈറ്റൊക്കെ എടുക്കാമെന്ന്. എന്നിട്ട് വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ പക്ഷേ ഇന്ന് ഓൾ നൈറ്റ് ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയിൽ ഞങ്ങൾ ദൂരിച്ച് പോയി. ഇന്നലെ പഠിച്ചത് അത്ര വൃത്തിയായിട്ടില്ല, എനിക്കൊരു തൃപ്തിയില്ല. ഇന്ന് പഠിച്ചതെന്ന് വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല. ഇന്ന് ഞാൻ ഇനിയും നന്നായി പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റഡി വ്ളോഗ്സ് വേണമെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.